ഹലോ കൂട്ടുകാരെ, ഞാൻ ബാംഗ്ലൂർ വന്നതാണ്. കാരണം നമ്മൾ വർഷത്തിലൊരിക്കലൊക്കെ ഒന്നില്ലെങ്കിൽ മെറ്റീരിയലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ അഗർബത്തിയിലെ മെറ്റീരിയലൊക്കെ എടുക്കാണ്ട് ബാംഗ്ലൂർ അല്ലെങ്കിൽ തേനി ആ ഭാഗത്തേക്കൊക്കെ ഞാൻ പോകാറുണ്ട്. ഞാനും എൻ്റെ കൂടെ ചേട്ടനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. പെർഫ്യൂമിനൊക്കെ നമ്മുടെ നാട്ടിൽ 3700-800 രൂപ കൊടുക്കുന്ന പെർഫ്യൂമിൻ്റെയൊക്കെ വില ഇവിടെ 1200, 1000 അല്ലെങ്കിൽ 1500 അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ കമ്പനിയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മയുടെ ഒരാങ്ങളുടെ വീട് ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അനിയൻ കൊണ്ടുപോയി വിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ചുറ്റും വളരെ ഏറെ എന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അഴുക്ക് മണങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സ്ത്രീകൾക്ക്, കർണാടക സ്റ്റേറ്റിലെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യണതിന് അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആധാർ കാർഡ് കാണിച്ചാൽ മതി. പിന്നെ 1500 രൂപ വെച്ചിട്ട് ഇവിടെ സ്ത്രീകൾക്ക് മാസം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് പറയണത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധ്യമാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാര്യങ്ങളിൽ അവർ വളരെ മെച്യൂർഡാണ് കേട്ടോ, നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച്. പിന്നെ ഇവിടെ ഇന്ന് ചന്ത ദിവസമായിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് വില കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിത് ഇങ്ങനത്തെ ഈ പഴങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു. ലിച്ചി മോഡലൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 500-600 രൂപ വരുന്ന ഇനത്തുള്ള 2 ബാഗ് ഞങ്ങൾ വാങ്ങിച്ചു. 150 രൂപയേ ഉള്ളൂ. അപ്പോൾ 2 ബാഗ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് വല്ലപ്പോഴൊക്കെ ബാംഗ്ലൂരൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ വില കുറവിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ലഭിക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ കയറാറായി. ട്രെയിൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.